ആ സ്ഥലത്തിന്റെ പേര് വായിച്ച പൗവത്ത് കവല. പൗവത്ത് കവല സ്ഥലത്തിന്റെ പേര്. വാഗമൺ പോണ വഴിക്ക് കണ്ടൊരു പള്ളിയാണത്. ഇവിടെയാണ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ഇന്ത്യൻ പ്രണയകഥ, പിന്നെ പൃഥ്വിരാജിൻ്റെ കങ്കാരു എന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത പള്ളിയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർസ്ലീവ തീർത്ഥാടന കേന്ദ്രം കപ്പാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വാഗമണിലേക്ക് എത്തി. വാഗമണിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് മർമല വാട്ടർഫോൾസ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ വളരെ ഇടുങ്ങിയ ഒരു റോഡാണ്. അപ്പോൾ ആ റോഡിലൂടെയാണ് പോകുന്നത്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലൊക്കെ പാടായിരിക്കും. പക്ഷെ രാവിലെ ഇതുവഴിയുള്ള യാത്ര ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ മർമല വാട്ടർഫോൾസ് അല്ലേ? മർമല വാട്ടർഫോൾസിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് നമ്മളിപ്പോൾ കയറി. 30 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നൊരു 400 മീറ്റർ ഈ വാട്ടർഫോൾസിലേക്ക് നടക്കാനുണ്ട്. അത് കാട് പോലെയൊക്കെയുള്ളൊരു അന്തരീക്ഷമാണ്. കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ആ ദൂരെ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അമ്മ പെട്ടെന്ന് വാ. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നേ. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഏറ്റവും ഇറക്കാണ്ട് കുറച്ച് ശ്വാസം പൊട്ട് തുടങ്ങി. ഓക്കെ, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പ് സ്ഥലത്ത് വളരുന്ന ഒരു തരം ചെടിയാണ്. അതിനകത്ത് മഞ്ഞ് തങ്ങി നിന്നിട്ട് അത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണിത്. കണ്ടേ, നാച്ചുറൽ ടാറ്റു കണ്ടോ? നാച്ചുറൽ അമ്മ പെട്ടെന്ന് കയറി വാ. അമ്മ ടാറ്റു അടിക്കാനായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ടാറ്റു അടിക്കുന്നതല്ല, വളരെ നാച്ചുറൽ ടാറ്റു. നോക്ക്, നല്ല രസമുണ്ട്. കണ്ട, നാച്ചുറൽ ടാറ്റു ഇരിക്കുന്നുണ്ടോ? വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് വെള്ളച്ചാട്ടത്ത് പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾ കണ്ടോ, ഒരു വലിയ മരം കണ്ടോ? ഇവിടെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അമ്മ പയ്യെ ഇപ്പം അമ്മയും കൊണ്ട് ഇതുവഴി അകത്തോട്ട് പോകാൻ കുറച്ച് പാടാണ്. നമ്മൾ ഇതിലേക്ക് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ സൂക്ഷിച്ചു പോയാൽ മതി. അമ്മ വാ. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കുറവുള്ള സമയമായതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല. എങ്കിൽ പോലും വെള്ളമുള്ള സമയത്ത് വന്നാൽ ഇവിടെ മരണങ്ങൾ സംഭവിച്ച സ്ഥലമാണിത്. മർമല വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വാഗമണിൽ വന്ന നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. ഏതൊരു ഡെസ്റ്റിനേഷൻ നമ്പർ 1 ആയിട്ട് കാണാം മർമല വാട്ടർഫോൾസ്.
നമ്മൾ വാഗമൺ എക്കോ ടൂറിസത്തിൻ്റെ എൻട്രൻസ് പോയിന്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്നേക്ക് ലെഫ്റ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 5 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇത്രയും മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ട്രക്കിംഗ് അനുഭവമാണോ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ വാട്ടർഫോൾസിൽ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ശുദ്ധമായ ചെറുതേനും വൻതേനും വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു വീട്ടിൽ ഇതാ തേനിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്, കണ്ടോ. അവരിവിടെ തേൻ കൃഷി, അത് തേനീച്ച കൃഷിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ തേൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതാ കുറച്ച് മതി. കൃഷിയാണ് ചെയ്തത്. ഞാൻ 45 കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ്. എനിക്കാണ് 2 വർഷം മുമ്പ് തേനീച്ചക്കൃഷി അവാർഡ് കിട്ടാണ്ടോ, ഫോട്ടോ കിട്ടുന്നുണ്ടോ, എനിക്ക് കിട്ടിയതാ. എൻ്റെ പേര് ടോമി. അപ്പോൾ എങ്ങനെയാ റേറ്റ് എങ്ങനെയാണ്? 1 കിലോ ഈ ഒരു കുപ്പി തേൻ 1 കിലോ ഉണ്ട്, അതിന് 400 രൂപ വിലയാണ്. വെളിയിൽ നിന്നൊന്നും ഓട്ടത്തൊന്നും തേൻ വാങ്ങിച്ചേക്കരുത്, എന്നാൽ ഒറിജിനൽ സാധനം കിട്ടത്തില്ല. അതെനിക്കറിയാം. ഞാൻ ഇത്ര നാളത്തെ പരിചയത്തിന് പുറത്ത് ഞാൻ പറയുന്നതാണ്, കിട്ടത്തില്ല. ഈ ചൈനയിൽ നിന്നൊക്കെ 30 രൂപയ്ക്ക് പഞ്ചസാര പാവെന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ട്. 1 കിലോയ്ക്ക് 1 കിലോ ഫ്രീ, 2 കിലോ ഫ്രീയാ, 30 രൂപയുള്ള സാധനം വരാം. അതാണ് ഈ ഡാബർ, പതഞ്ജലി, ഹിമാലയ. അതൊന്നും മേടി രാവിലെ വീട്ടിനകത്ത് ഒരേ അടിയില്ല അടുത്തേക്ക് പോയത്. ഗായത്രി അതേട് ഇത് തേനീച്ച കൃഷി ഇവിടെ ചെയ്യുന്ന രീതിയാണ്. അതിന് വേണ്ടിയുള്ള ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ടോമി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ തേനീച്ച വളർത്താൻ. അപ്പോൾ ഇവിടെ 1 കിലോ തേനിന് വന്നിട്ട് 400 രൂപയാണ് വില. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇത് അമ്മയ്ക്ക് ഇങ്ങനെ ആവശ്യമുള്ളതെന്ന് വീട്ടിലത്തേക്ക് പോലെ ആവശ്യമൊക്കെ വേണ്ടിയിട്ട് ഈ തേന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ചേട്ടൻ്റെ പേര് ടോമി എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. എൻ്റെ വീട്ടിന് ചുറ്റും നമ്മുടെ ഈ തേനീച്ച കൃഷിക്കായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേനീച്ച കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളുണ്ട്. അത് കളക്ട് ചെയ്യാനുള്ള പാത്രവും എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇപ്പോൾ പല വീടുകളിലും നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ തേനീച്ച കൃഷി. അപ്പോൾ ഇതപ്പോൾ വൻതേനാണ്. അപ്പോൾ ചെറുതേനെന്ന് പറയാം. അപ്പോൾ ഇതാണ് വൻതേൻ. ഓ ഓക്കെ. ഒന്നിലാടും വർഷം എടുക്കുള്ളൂ. ചെറുതായി 200 മില്ലി കിട്ടും ഒരു പെട്ടിക്കകത്ത്. അത് ഒരു തുള്ളി, അത് മെഡിസിൻ തന്നെയാണ്. ക്യാൻസർ രോഗികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്നത് ഇതിനകത്താണ്. ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതും എല്ലാം ചെറുതായി തന്നെയാണ്. ഇതങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിന് 400 രൂപ വിലയല്ലേ ഉള്ളൂ, മറ്റേ 3000 രൂപ വിലയുള്ളൂ. അപ്പൊ ഇതിന് തേനീച്ചകളും ഡിഫറെന്റ് ആണ്. ഉണ്ട്. തേനീച്ച നോക്കിയേ, ഇത് പറഞ്ഞിരിക്കുന്നത് കാണാമല്ലോ. കുഞ്ഞായിട്ട് എൻട്രൻസ് ആയിട്ട് അങ്ങനെ ഫ്രണ്ടിൽ എൻട്രൻസ്. ഇതിനകത്ത് കുഞ്ഞീച്ചകൾ. അപ്പൊ ഇതിനകത്ത് വലിയ ഈച്ചകളാണ്. അപ്പൊ ഇതിനകത്ത് വലിയ ഈച്ചകൾ വരും. അപ്പൊ ഈ ഈച്ചകളെ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് ആകർഷിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പൊ ഈ ഓരോ ഈച്ചകൾ ഇതിന്റെ അകത്തേക്ക് എങ്ങനെയാണ് ഈ കൂട് സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക്? അവരുടെ റാണീച്ച ഈച്ച ഉണ്ട്. ആ ഈച്ച ആശ്രയിച്ചാണ് ഈച്ചകൾ ജീവിക്കുന്നത്. അതാണ് അവരുടെ റാണി. അതുള്ളിടത്തും ഇവിടെ മുട്ടയും പുഴുകളും ഈച്ചകളെല്ലാം അടയിലായിരിക്കുന്നത്. അതുള്ളതുകൊണ്ട് ഇവരിട്ട് കുഞ്ഞുങ്ങളെ ഇട്ട് ചെയ്ത് പോകത്തില്ല. അപ്പൊ ആ റാണി ഈച്ചേനെ നിങ്ങൾ പിടിച്ചതിൻ്റെ ഉണ്ടാകുന്ന ഇത്തിരി കൂടുതൽ ഈച്ച കാണിക്കുക. ഓ അടിപൊളി. അപ്പൊ ഇതിനകത്ത് ആ റാണി ഈച്ചയുണ്ട്. ആശ്രയിച്ച് കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പിടിക്കുക. ഇതിലാണ് ചെറുതേനുണ്ടാവുന്നത്. ഈച്ചകൾ വന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതില് ഒരു 200 ഗ്രാമൊക്കെ നമുക്ക് മാക്സിമം ഇതിന്റെ 1 വർഷം 200-250 മാക്സിമം. വൻതേനെക്കാട്ടിയും ചെറുതേനാണ് കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് അല്ലേ? വാല്യൂ ഉള്ളത് അത് തന്നെയാണ്. പിന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതും ഈ തേനോട് ചേർത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. പച്ചമരുന്ന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മരുന്ന് കഴിച്ചാൽ ഇവരായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്.